അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലെ അഹ്കാമുത്ത് തജ്വീദ് ഇതിൻ്റെ പബ്ലിക് എക്സാമിനുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ. മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിൻ്റെയോ ലീൻ അക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത്. മദ്ദു ലാസിമിനൊരു ഉദാഹരണം വലല്ലാലീൻ, യാസീൻ, നൂൻ. അതേപോലെ 3 മദ്ദുൽ ആരിദ് എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിൻ്റെ ശേഷം ആരിദായ സുക്കൂൻ വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മുസ്തഖീം, നസ്തഈൻ, റബ്ബിൽ ആലമീൻ. മദ്ദുൽ ലീൻ എന്നാൽ എന്ത്? ലീൻ അക്ഷരത്തിൻ്റെ ശേഷം ആരിദായ സുക്കൂൻ വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലീൻ. ലീനക്ഷരം ഫത്ഹിന് ശേഷം വരുന്ന സാക്കിനത്തായ വാവും യാവുമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഖൗഫ്, ഖുറൈഷ്, ജൗഫ്. ദൈർഘ്യം എത്ര? മദ്ദുൽ ലാസിം 3 അലിഫ്, മദ്ദുൽ ആരിദ് 3 അലിഫ്, മദ്ദുൽ ലീൻ 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് ചുരുക്കലാണ് ഉത്തമം. 6 ഇദ്ഗാം എന്നാൽ എന്ത്? ഒരക്ഷരത്തെ അതിൻ്റെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദോടെ ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. എന്ത് പരിഗണിച്ച് അക്ഷരങ്ങളെ 3ആയി തിരിക്കാം? അക്ഷരങ്ങളുടെ സിഫത്ത്, മഖ്റജ. 8 മുതമാസിലാനി എന്നാൽ എന്ത്? ഒരുപോലത്തെ അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യുന്നതിനാണ് ഇദ്ഗാം മുതമാസിലാനി എന്ന് പറയുന്നത്. ഉദാഹരണം ഇദ്ഹബ് ബി കിതാബി, വഖദ് ദഖലു, വഖദ് ദഖലു എന്നുള്ള വഖദ് ദഖലു ദാലിനെ ദാലിൽ ഇദ്ഗാം ചെയ്യുന്ന ഒരേപോലത്തതിൽ അതുപോലത്തെ അക്ഷരത്തിന് അതേപോലത്തെ അക്ഷരത്തിൽ ഇദ്ഗാം ചെയ്യുന്നതിന് ഇദ്ഗാം മുതമാസിലാനി എന്ന് പറയുന്നു. മുതജാനിസാനി എന്നാൽ എന്ത്? മുതജാനിസാനി എന്നാൽ മഖ്റജ ഒന്ന്, സിഫത്ത് വേറെ. അതിൻ്റെ ഉദാഹരണം ഇല്ലലമു, ഇത് ലലമു, ഇല്ലലമു. അതേപോലെ മുതകാരിബാനിയായ അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? ലാം, റാ, ഖാഫ്, കാഫ്. മുതകാരിബാനി എന്നാൽ എന്ത്? കൂടുതൽ മഖ്റജിൽ അടുക്കുകയും സിഫത്തിൽ യോജിക്കുകയും ചെയ്യുന്നതാണ്. ഉദാഹരണം ബർറബ്ബുക്കും, അലം നഖ്ലുക്കും. മുതമാസിലാനിൽ ഇദ്ഗാം ചെയ്യുന്നില്ല എപ്പോൾ? ആദ്യത്തെ അക്ഷരം മദ് അക്ഷരമായി വരുമ്പോൾ. മുതജാനിസാനിലും ഇദ്ഗാം ചെയ്യുന്നില്ല എപ്പോൾ? ആദ്യത്തെ അക്ഷരം ഹൽക്കിൻ്റെ അക്ഷരമാകുമ്പോൾ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ എത്ര? 5. ഏതെല്ലാമാണ്? ഉദാഹരണം സഹിതം ഇൽഹാർ, ഇദ്ഗാമുൻ ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. അതേപോലെ ഇഖ്ഫാവും ഇദ്ഗാമും ബിഗുന്നയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഇഖ്ഫാ ഒരു കലിമത്തിലുണ്ടാകും, 2 കലിമത്തിലുണ്ടാകും. ഇദ്ഗാമും ബിഗുന്ന ഒരേ കലിമത്തിലുണ്ടാകും. പിന്നെ ഇഖ്ഫായിൽ ഷദ് വരാറില്ല, ഇദ്ഗാം ബിഗുന്നയിൽ ഷദ് കൊടുക്കും. നെക്സ്റ്റ് ദുനിയ, കിൻവാൻ, സിൻവാൻ ഇവ എങ്ങനെ ഓതണം? ദുനിയ സാക്കിനായ നൂനിൻ്റെ ശേഷം യാവ് വന്ന്, കിൻവാൻ സാക്കിനായ നൂനിൻ്റെ ശേഷം വാവ് വന്ന്, സിൻവാൻ സാക്കിനായ നൂനിൻ്റെ ശേഷം വാവ് വന്ന്. ഇവ എങ്ങനെ ഓതണം? അതിനെ ഇൽഹാർ ചെയ്ത് ഓതണം. കാരണം അത് ഒരേ കലിമത്തിലുണ്ട്. ഇദ്ഗാം ബിഗുന്ന ചെയ്യണമെങ്കിൽ 2 കലിമത്തിൽ വരണം. ഹാ എത്ര വിധം? ഏതെല്ലാമാണ്? ഹാ 3 വിധം. ഹാവ് ലമീർ, ഹാവ് തൈനീസ്, ഹാവ് സക്കത. അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാ ഏത്? ഹാവ് ലമീർ. പദങ്ങൾ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇൻ്റെ പേരെന്ത്? ഹാവ് തൈനീസ്. ഹിസാബിയ എന്നതിൽ ഏത് ഹാ ആണുള്ളത്? ഹാവ് സക്കത. ഹാവ് തൈനീസ് താ ആയി ഉച്ചരിക്കണം എപ്പോൾ? ചേർത്തി ഓതുമ്പോൾ.
ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സഖ്ത ചെയ്തു ഓതണം? 4 സ്ഥലങ്ങളിൽ. ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്ത് ഓതൽ, അത് വസ്ൽ. തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് പറയുന്നു വഖഫ്. സഖ്തി എന്നാൽ എന്ത്? ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ്. ഖത്ത് എന്നാൽ എന്ത്? പൂർണ്ണമായി ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഖത്ത് എന്ന് പറയുന്നു. സഖ്തയും ഖത്അയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? സഖ്ത ശ്വാസം വിടാതെ അല്പം അടങ്ങലാണ്. ഖത്അ ശ്വാസം വിട്ടിട്ട് പൂർണ്ണമായും ഓത്തിൽ നിന്ന് വിരമിക്കലാണ്. അറബി ഭാഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? നിങ്ങൾ അറബി ഭാഷയെ ഇഷ്ടപ്പെടുക, ഞാൻ അറബിയാണ്. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ്. സ്വർഗത്തിൻ്റെ ഭാഷ അറബിയാണ്. അറബി ലിപികളിൽ പ്രധാനപ്പെട്ട 4 പേരെഴുതുക. ഖത്തുൻ നസ്ഖ്, ഖത്തു റുഖ്യ, ഖത്തുൽ കൂഫി, ഖത്തു സുലുസി. ഖത്തു നസ്ഖ് മഹത്വങ്ങൾ എന്ത്? ഏതാനും വായിക്കാനും എളുപ്പമാണ്. നാം പഠിക്കുന്ന കിതാബിൻ്റെ ലിപി ഏത്? ഖത്തുൻ നസ്ഖ്.